SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിന് കാരണം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഗുരുതര അനാസ്ഥ. വൈദ്യുതി കണക്ഷനുകളിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടായിട്ട് 2 വർഷം പിന്നിടുന്നു. മെയിൻ്റനൻസ് എസ്റ്റിമേറ്റുകളിൽ തീരുമാനമെടുക്കാതെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. തെളിവുകൾ ജനം ടിവിക്ക്. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വിവിധ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലുകളുടെ കാലപ്പഴക്കം 2 വർഷത്തിലധികമാണ്. മെയിൻ്റനൻസ് നടപടികൾ ആവശ്യപ്പെട്ട് കീഴുദ്യോഗസ്ഥർ പലവട്ടം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. ഇത് പ്രകാരമുള്ള എസ്റ്റിമേറ്റുകളും പലപ്പോഴായി നൽകിയിരുന്നു. ആശുപത്രിയിലെ വൈദ്യുത നിയന്ത്രണ സംവിധാനത്തിന്റെ പ്രധാന ഭാഗങ്ങളായ സബ്സ്റ്റേഷൻ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലും APFC പാനലും UPS സംവിധാനവും മാറ്റിസ്ഥാപിക്കാൻ 3213 16552 1978 എന്നീ നമ്പറുകളിലായി 2022 തന്നെ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നു. എന്നാൽ ഈ നടപടിക്രമങ്ങൾക്ക് അന്തിമ അനുമതി നൽകേണ്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആകട്ടെ 2 വർഷം പിന്നിട്ടിട്ടും എസ്റ്റിമേറ്റുകൾ പരിഗണിച്ചതുപോലുമില്ല. ഇതോടൊപ്പം 2 സർവീസ് പാനലുകൾക്കും എമർജൻസി UPSനും 2023 എസ്റ്റിമേറ്റ് നൽകി. ഇക്കാര്യങ്ങളിലൊന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടപടിയെടുത്തിട്ടില്ല. ഇതിലും ഗുരുതര വീഴ്ചയുണ്ടായത് ന്യൂബോൺ ICUവിലെ എയർ കണ്ടീഷൻ സംവിധാനത്തിന്റെ കൂളിംഗ് കോയിലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിലാണ്. AC-കൾ തകരാറിലായാൽ അത് അപകടാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളെപ്പോലും ബാധിച്ചേക്കും. എന്നിട്ടും ICUവും ലേബർ റൂമും എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയ 6494 നമ്പർ എന്ന എസ്റ്റിമേറ്റിലും 6 മാസമായിട്ടും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടപടി സ്വീകരിച്ചിട്ടില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരുത്തിയ വീഴ്ചകളിൽ പക്ഷേ നടപടിയെടുത്തതാകട്ടെ കീഴ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. CPM സംഘടനാ പ്രവർത്തകനായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ രക്ഷിക്കാൻ സർക്കാർ മറ്റു ജീവനക്കാരെ ബലിയാടാക്കുന്നു എന്നാണ് വിമർശനം. വിനീഷ്, ജനം, തിരുവനന്തപുരം.